കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വച്ച് എല്ലാ വർഷവും നടക്കുന്ന ചമയവിളക്ക് ഉത്സവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? പുരുഷന്മാർ മീശ വടിക്കുകയും സാരി ധരിക്കുകയും ആഭരണങ്ങൾ അണിയുകയും വിപുലമായ മേക്കപ്പ് ധരിക്കുകയും ചെയ്തുകൊണ്ട് ചമയവിളക്ക് കയ്യിലേന്തി ദേവീപ്രീതിക്കായി ക്ഷേത്രത്തിനു ചുറ്റും വലം വയ്ക്കുന്നതാണ് പവിത്രമായ ഈ ആചാരം. മലയാള മാസമായ മീനത്തിലെ 10, 11 തീയതികളിലാണ് ഈ പവിത്രമായ ആചാരം അരങ്ങേറുന്നത്. 25 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിലെ അവസാന 2 ദിവസങ്ങളിലാണ് ഈ അനുഷ്ഠാനം. വൈകുന്നേരങ്ങളിൽ ആരംഭിച്ച് നേരം പുലരും വരെ ആഘോഷം നീണ്ടുനിൽക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധാരാളം പുരുഷ ഭക്തന്മാർ ദേവീപ്രീതിക്കായി ഈ ആചാരത്തിൽ പങ്കെടുക്കാനെത്തുന്നു. ഇന്ന് ഈ ഉത്സവം കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. കാരണം ഇത് അവർക്ക് അവരുടെ വ്യക്തിത്വം ആഘോഷിക്കാനുള്ള ഇടം നൽകുന്നു. 10 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളെപ്പോലെ വേഷം ധരിച്ച് പകൽ സമയത്ത് നടക്കുന്ന കാക്കവിളക്കിൽ പങ്കെടുക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ഒരു കൂട്ടം ആൺകുട്ടികൾ നിലവിലെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഒരു കുളത്തിനു സമീപം പശുക്കളെ മേയ്ക്കുകയായിരുന്നത്രേ. അവർ അവിടെ കളിക്കുന്നതിനിടയിൽ മൺക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്രേ. പിന്നീട് അവർ അവിടെ കണ്ട ഒരു തേങ്ങ സമീപത്ത് നിൽക്കുന്ന ഒരു കല്ലിലിടിച്ച് പിളർത്താൻ ശ്രമിച്ചപ്പോൾ കല്ലിൽ നിന്ന് രക്തം ചൊരിഞ്ഞു. ദേവീ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവരുടെ മുന്നിലേക്ക് ദേവി പ്രത്യക്ഷപ്പെട്ടെന്നും എല്ലാ വർഷവും താൻ ഈ സ്ഥലം സന്ദർശിക്കുമെന്ന് ദേവി വാഗ്ദാനം ചെയ്തുവെന്നുമാണ് കഥ. അന്നു മുതലാണത്രേ ദേവീപ്രീതിക്കും തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ ഈ ചമയവിളക്ക് ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്.